ആലുവയിൽ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. സപ്ലൈകോ സ്റ്റോറുകൾ ഖജനാവ് പോലെ കാലിയാക്കിയ പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് 13 അവശ്യ സാധനങ്ങൾ വില കുറച്ചു നൽകുമെന്ന് പറഞ്ഞ സപ്ലൈകോ സ്റ്റോറുകൾ കാലിയായി കിടക്കുകയാണെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആലുവ സപ്ലൈകോ സ്റ്റോറിന് മുന്നിലായിരുന്നു സമരം. ധൂർത്തും അഴിമതിയും നടത്തി സാധാരണക്കാരനെ വഞ്ചിച്ചു മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാർ കേരളത്തിന് അപമാനമാണെന്നും കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ സ്റ്റോറുകളും ഖജനാവ് പോലെ കാലിയാക്കിയ സർക്കാർ രാജിവെക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡു പറഞ്ഞു. സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ കിട്ടുന്ന സപ്ലൈകോയിൽ പോലും ഫണ്ട് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പിണറായി സർക്കാരിന് പറ്റുന്നില്ല. പക്ഷെ നമുക്കറിയാം, ക്ലിഫ് ഹൗസില് അവിടെ മോടി കൂട്ടുന്നതിനും അവിടെ ലിഫ്റ്റ് പണിയുന്നതിനും സ്വിമ്മിംഗ് പൂൾ പണിയുന്നതിനും പെയിന്റ് അടിക്കുന്നതിനും ലക്ഷങ്ങൾ ചെലവാക്കുന്ന പിണറായി സർക്കാർ ഓരോ മാസവും കിയ ഉൾപ്പെടെ ഇന്നോവ ക്രിസ്റ്റോ ഉൾപ്പെടെ വാഹനങ്ങൾ മാറ്റിയെടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാശുണ്ട്. സമസ്ത മേഖലയിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, പൂർത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുകയാണ്. ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികൾ സമരത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.